പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും നിങ്ങളെ ജാഗ്രത പാലിക്കുക. വലിയൊരു അനുഗ്രഹമാണ് പ്രഭാതത്തിൽ കർത്താവിന്റെ കൂടെ മാതാവിന്റെ മധ്യസ്ഥത്തില് ജീവിതം ഏൽപ്പിക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജീവിതം ഏൽപ്പിക്കുക. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ഇപ്പൊ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് തരണത്. രാവിലെ എഴുന്നേറ്റ് ജീവിതം ഏൽപ്പിക്കുകയാണ്. നമ്മുടെ യാത്രകളെ ഏൽപ്പിക്കുന്നു, സംസാരങ്ങളെ ഏൽപ്പിക്കുന്നു, ഇടപാടുകളെയും ഇടപെടലുകളെയും ഏൽപ്പിക്കുന്നു, നമ്മുടെ ഉദ്യമങ്ങളെയും നിയോഗങ്ങളെയും ലക്ഷ്യങ്ങളെയും ഏൽപ്പിക്കുന്നു, കംപ്ലീറ്റ് ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏകാഗ്രതയോടെ വളരെ കൃപയോടെ നിൽക്കണം. സന്തോഷത്തോടെ മനസ്സിലെ ഹൃദയത്തിൽ സന്തോഷത്തോടെ നിൽക്കണം. വലിയൊരു അനുഗ്രഹമാണ് ഈ സമയത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃപാസന ആൾക്കാരിൽ നിന്നാണ് ഈ അനുഗ്രഹം വരണത്. 10,000-കണക്കിന് മനുഷ്യർ അനുദിനം പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷയുടെ സ്ഥിരീകരണത്തിനാണ് നിന്നെ അടയാളമാക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നീ പ്രാർത്ഥന കൂടുന്നത്. അങ്ങനെ വലിയ വലിയ ചിന്തകളോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് വരാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഈ പ്രാർത്ഥന കൂടുന്ന വ്യക്തികളും വീടുകളും ഈ നിമിഷം കർത്താവിന്റെ കൃപയിൽ നിറയട്ടെ. ഈ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരും എവിടെ വെച്ചാണോ നീ കൂടുന്നത്, കൂടിയതിനു ശേഷം ഇന്ന് നിന്റെ ജീവിതം ആരംഭിക്കുമ്പോൾ 9:30 മണി തൊട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് നിന്റെ ജീവിതം ആരംഭിക്കണത്, ഒരു കർമ്മ പരിപാടി നീ പങ്കെടുക്കണത്, ആ നിമിഷമെല്ലാം നിന്റെ ആശങ്കകൾ കർത്താവ് ഏറ്റെടുക്കുകയും കാനായിലെ കല്യാണ കുടുംബത്തിലെ ആ കുടുംബത്തിന് വേണ്ടി സഹിത്വം ചേർന്നുകൊണ്ട് മധ്യസ്ഥം വഹിച്ച പരിശുദ്ധമ്മ ദേവമാതാവ് ഈ കുരിശിന്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന് കൂട്ടായിരിക്കുകയും നിനക്ക് മധ്യസ്ഥയും മാതൃകയുമായിരിക്കുകയും ചെയ്യാൻ എനിക്ക് പൗരോഹിത്യം നൽകിയ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിലെ നീ ഇന്ന് എവിടെയെല്ലാം പോകുന്നു, ആരെല്ലാം കാണുന്നുവോ, എന്തെല്ലാം ചെയ്യുന്നുവോ, നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിനക്ക് ഭാരമായിട്ട് തോന്നുന്ന വിഷയങ്ങൾ, നിനക്കൊരു ഐഡിയയിലെ കൺഫ്യൂഷനാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് പരതുന്ന വിഷയങ്ങളുടെ മേൽ വ്യക്തമായ നിശ്ചയദാർഢ്യത്തോടുകൂടി വ്യക്തതയോടെ പ്രവർത്തിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കട്ടെ. നിന്റെ ഭവനത്തിലുള്ളവരുടെ പ്രയാസങ്ങളെയും ഭാരങ്ങളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. നീ ആരോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്, ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ്, ആരുടെ കൂടെ കാണുമ്പോഴാണ്, അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നിനക്ക് സങ്കടവും ഭാരവും ഉള്ളത്,
ആ വിഷയത്തിനുമേൽ നിന്റെ ദൈവം ഇപ്പോൾ ഇടപെടുകയും നിന്നെ അങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് ബന്ധിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിന്റെ ജീവിതം മുഴുവനും നീ രാത്രി നിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് കിടക്കയിലേക്ക് വരുന്നതുവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാനൊരു ഇടവകയിരിക്കുമ്പോഴേ ഈ ദിവസങ്ങളിൽ ഞാനത് ഓർത്തെടുത്തത് എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചിയും ഒരു കുഞ്ഞും കൂടി വന്നു. ഒത്തിരി ആൾക്കാർ കാണാൻ വരുമ്പോൾ അതിനകത്ത് ഒരു കുട്ടി വന്ന് ആ അമ്മയുടെ കയ്യിൽ നിന്ന് തെറ്റായി 2-3 വയസ്സുണ്ടെന്ന് പറഞ്ഞു. ആ കുഞ്ഞ് എൻ്റെ മേശപ്പുറത്തിരുന്ന ഈ സാധാരണ ഒരു അകത്ത് പൂക്കളുള്ള ചില്ലിൻ്റെ പേപ്പർ വെയിറ്റ് ഇല്ലേ, അത് കയ്യിലെടുത്തതാണ്. അപ്പോൾ അത് താഴെ വീണ് അത് ചീള് തെറിച്ചു പോയി. അമ്മ അല്ലാടായിപ്പോയി. ഞാൻ വഴക്കിടുമെന്ന് ഓർത്ത്. ഞാൻ വഴക്കിട്ടില്ല, പിള്ളേരുടെ കാര്യം അതിനല്ല. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് നമ്മൾ വഴക്കിടുന്നത് നമ്മുടെ മൂടൊക്കെ ഒട്ടേ കഴിഞ്ഞാൽ പിന്നെ ആ പ്രാർത്ഥനയുടെ അരുവിയൊക്കെ പോകത്തില്ലേ. അപ്പം ഞാനത് നല്ല പേപ്പർ വെയിറ്റാണെന്ന്, പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല, അത് വീണു. പക്ഷെ അവർ നല്ല സോറ് പറഞ്ഞ് അതെടുത്ത് വെച്ച് പിന്നീട് അവരെന്ത് ചെയ്തു, അപ്പം അവർക്ക് അച്ഛനെ എന്താ നഷ്ടപ്പെടുത്തിയെന്നല്ലേ. അപ്പം പിന്നെ അവർ പള്ളിക്ക് സംഭവം വന്നിട്ട് പോയി. അവർ ഉദ്ദേശിക്കണത് എനിക്ക് മനസ്സിലായിരുന്നു. എന്താ സംഭവിച്ചെന്ന് ഞാൻ രസം എഴുതി കൊടുത്തു. അവരെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അതായത് ഈ പേപ്പർ വെയിറ്റ് താഴെ വീണ് കൊച്ചു പൊട്ടിച്ചില്ലേ, അതിന് നഷ്ടപരിഹാരമായിട്ടാണ് അവർ സംഭാവനയോട് തന്നിച്ച് പോയി. പള്ളിക്ക് സംഭാവന പേപ്പർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ സ്വീകരിച്ചില്ല എന്ത് ചെയ്യും? ആ പള്ളിക്ക് സംഭാവന കിട്ടണമല്ലോ, നമുക്കത് കളയാനും പറ്റില്ല. ഞാനത് രസീത് എഴുതി കൊടുത്തു. അത്രയും ഒരു കൊച്ചു പേപ്പർ വെയിറ്റും കൊണ്ട് അത്രയും കാര്യങ്ങൾ അവിടെ നടന്ന്. പക്ഷെ ഈ ഞാൻ ചില സ്ഥലത്ത് ഓർത്തിട്ടുണ്ടേ, അവരെന്നോട് എന്ത് പൂണ വരെയൊക്കെ സോറിയൊക്കെ പറഞ്ഞു വരുന്നു. സോറി അച്ഛാ, കഷ്ടമായിപ്പോയി, കുഞ്ഞിനറിയാതെ ചെയ്താണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാൻ ഇടയ്ക്കപ്പോൾ ഓർക്കുകയെ, ആ പേപ്പർ വെയിറ്റ് തന്നെ നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ ആരോട് സോറി പറയാനാ? ഞാൻ സോറി പറഞ്ഞിട്ടില്ല. ആരോട് സോറി പറയാനാണ്? എൻ്റെ കയ്യിൽ തന്നെ പേപ്പർ ഒരു താഴെ വീട് കഴിഞ്ഞാൽ ഞാൻ പറയാൻ കാര്യം അറിയാമോ? നന്ദി പറയുക, സോറി പറയുക, സ്വന്തമാണെങ്കിൽ ചെയ്യത്തില്ലെന്ന് പറയുക. അതറിയണമെങ്കിൽ കർത്താവിൻ്റെ ഒരു വാക്കില്ലേ, നിങ്ങൾക്ക് ഒത്തിരിയേറെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ. നിങ്ങൾ പ്രാർത്ഥിക്കണ പോലെയും നിങ്ങൾ ദൈവത്തിനോട് ജീവിക്കണ പോലെയും ആരും ജീവിച്ച് കാണത്തില്ല ചിലപ്പോൾ.
പക്ഷെ മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് മോശം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങൾക്ക് ദൈവത്തിൽ നന്ദിയില്ല, സ്നേഹവും ഇല്ല. അപ്പൊ എന്താ കാര്യം? ദൈവം സ്വന്തമായിട്ട് ഒരാളെ കണ്ട പിന്നെ നന്ദിയും ഉണ്ടാകില്ല, സ്നേഹം ഉണ്ടാകത്തില്ല. സ്വന്തമല്ലേ? ഞാൻ തന്നെയാണ് എൻ്റെ പേപ്പർ ഒരു ഇതായിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോട് സോറി പറയാനാ? അത് ഈശോ പറഞ്ഞറിയാവാ? ലൂക്കാന്റെ സുവിശേഷം 17:9-10. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ആ ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? നിങ്ങൾ നന്ദി പറയുമോ? അതെന്താ സംഭവം എന്നറിയാം? അതുപോലെ തന്നെ സോറിയും പറയത്തില്ല. നന്ദി മാത്രമല്ല, സോറിയും പറയത്തില്ല. എന്താ കാര്യം? ഇവന് ഡബിൾ ഡ്യൂട്ടിയാണേ. ഇവന്റെ തുടങ്ങണ 15 വയസ്സ്. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതെ, ഇപ്പോഴത്തെ ഓരോരോ ഇടക്കേട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോ മനുഷ്യർ പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണത്. എന്താണ്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, സ്നേഹം വർദ്ധിപ്പിക്കണമേ. അതിന്റെ കൂടെ ഈശോ പറയുന്ന വാക്ക് വായിച്ച് അടുത്തത്. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളുടെ ഒരു ഭൃത്യൻ അതാ സംഭവം. വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ്? നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് വരികയാണ്. 6 to 6 മണിക്കൂറാണ്. 12 മണിക്കൂർ ഡ്യൂട്ടിയെ. 6 മണിക്ക് പോവാ, 2 മണിക്കും 12 മണിക്കും ഡ്യൂട്ടിയാ. ആ വയലിൽ തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തുമ്പോൾ എങ്ങനെയായാലും 8 മണിയാവും, അല്ലെങ്കിൽ 7 മണിയെങ്കിലും ആവും. അപ്പോഴേ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. അവന് ആശ്വാസമില്ല. അവൻ സ്വന്തമാണ്, പക്ഷെ അവന് ആശ്വാസം സോറിയൊന്നുമില്ല, അത് നന്ദിയില്ല. അവന് നീ ഉടനെ ഉത്തരവാദിത്വം ചെയ്യാൻ പറയും. പിന്നെ ഉത്തരവാദിത്വം ചെയ്യാനേ പറയത്തുള്ളൂ. കർത്താവിന്റെ സ്വന്തമായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്താ കാര്യം എന്നറിയാവോ? നമുക്ക് നന്ദിയോ സോറി കിട്ടത്തില്ല. അവിടെ പോയി ഉത്തരവ് നീ പോയി എന്ത് ചെയ്യണം? ഭക്ഷണം പാകം ചെയ്യാൻ പറയും. പിന്നെന്ത് ചെയ്യും? പോയി കുളിക്കാൻ പറയും. അപ്പോൾ 9 മണിയാവും. പിന്നെന്ത് ചെയ്യും? എന്നിട്ട് എനിക്ക് വിളമ്പിത്തരാൻ പറയും. അദ്ദേഹം കഴിച്ചു കഴിയുമ്പോൾ 9:30 കഴിയും. എന്നിട്ട് നിനക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്നല്ലേ പറയുക. 6 തൊട്ട് രാത്രി 9 മണി വരെ 18 മണിക്കൂർ വർക്ക്. ഇപ്പോൾ ഓവർലോഡ് ആകുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സ്നേഹിച്ച് വളരുകയും ചെയ്യുന്ന വ്യക്തിയാണ് നീ. പക്ഷെ നീ ദൈവത്തെ സ്നേഹിക്കുന്നതും നീ കർത്താവിൻ്റെ വേണ്ടി ജീവിക്കുന്നതും നിന്റെ അനുഭവം തമ്മിൽ ടാലി ആകുന്നില്ലെങ്കിൽ ഓർക്കേണ്ട ഒറ്റ കാര്യം എന്താണ്? നന്ദി അർഹിക്കാത്ത വിധം, നന്ദി പറയാത്ത വിധം, നന്ദി പറയപ്പെടാത്ത വിധം, സ്നേഹം അനുഭവിക്കാത്ത വിധം നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുന്നു. ഞാൻ ഏതായാലും അങ്ങനെ എടുക്കണത്. എനിക്കതുകൊണ്ട് കർത്താവിൻ്റെ ഇൻറ്റിമസി വളരാൻ പറ്റുന്നുണ്ട്. കാര്യം കർത്താവ് സത്യമാണ്. എപ്പോഴെന്നുമായിട്ട് ഇത് റീഫണ്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈസ്തലാണ്. ഹെബ്രായർ 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. അതായത് ഒരിക്കൽ നിങ്ങൾ ഉടമ്പടിയിൽ വന്നു, നിങ്ങൾ ഉടമ്പടിയിലൂടെ അടയാളങ്ങൾ ലഭിച്ചു, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി, നിത്യതയുടെയും സ്വർഗത്തിൻ്റെയും രുചി അറിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കാര്യം കണ്ടു എന്നും പറഞ്ഞിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോയാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി എടുത്താൽ പിന്നെ അത് നിങ്ങളെ
വിചാരിക്കുന്ന പോലെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഭയങ്കര സീരിയസ് വിഷയമായിട്ട് എടുക്കണം. കാരണം നിങ്ങളെ അനുതാപത്തിലേക്ക് പിന്നെ നയിച്ചാൽ, കാര്യം അനുതാപത്തേക്ക് നിൽക്കാൻ അസാധ്യമെന്നല്ലേ. കാര്യം ഉടമ്പടിയുടെ സമയത്ത് 2015 ആദ്യം അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഒറ്റ വരിയാണ് എനിക്ക് തന്നത്. അതിൻ്റെ പകുതി തന്നത് വിജയകുമാറിനാണ്. വിജയകുമാർ എന്നോട് ദൈവം എഗ്രിമെൻ്റ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പേപ്പർ എടുത്ത് കൊടുത്തിട്ട് വേളാങ്കണ്ണി പള്ളിയിലെ 4 ജവന്മാർ ചെല്ലാൻ ഞാൻ കിഴക്ക് വേകുലമാതാവിൻ്റെ അടുത്ത് പോയിട്ട് എഴുതിക്കൊണ്ട് തിരിച്ച് ഞാൻ വരുമ്പോൾ ഒരു പേപ്പർ മുഴുവൻ അനുഗ്രഹമാണ് എഴുതിക്കൊണ്ട് വന്നത്. സാറിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ മുഴുവനും പാപമാണ് എഴുതിയിരിക്കുന്നത്. അത് കൂട്ടി വായിച്ചപ്പോൾ വേളാങ്കണ്ണി മലയാളം പള്ളി വെച്ചാണ് അമ്മ പറഞ്ഞത്, അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ അനുതാപമാണ്. അനുതാപം. അപ്പം ഒരിക്കൽ അനുതാപത്തിലേക്ക് നീ തിരിച്ചു വന്ന് വിശുദ്ധ ജീവിതം നയിച്ചതിന് ശേഷം, കാര്യം കണ്ടതിന് ശേഷം വീണ്ടും പഴയ പാപജീവിതത്തിലേക്ക് പോയാൽ വീണ്ടും നിനക്ക് ഉടമ്പ് എടുക്കാനോ ദൈവത്തിൻ്റെ കൃപയിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ വരാനോ പറ്റത്തില്ല എന്ന് ഈശോയുടെ വചനം. അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ വിശുദ്ധ ജീവിതം നമ്മൾ സൂക്ഷിക്കാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരും പാപത്തിന്റെ പഴയ വഴികൾ പൂർണ്ണമായി പരിത്യജിച്ച് നിന്നെ അനുഗമിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്നേഹമേ, സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ എബ്രായർ 4:6 വായിച്ചില്ലേ, അവിടെ ഒരിക്കൽ പ്രകാശം ലഭിച്ചതിനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നൽകുന്ന പല കാര്യങ്ങൾ അതെല്ലാം ബേസിക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും. അതാണ് സംഭവം. അതായത് പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുന്നുവെന്നുള്ള ഒരു പ്രോസസ്സ്. ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അവഗണിച്ച് പോണ സംഭവം പരിശുദ്ധാത്മാവിനാണ്. നിങ്ങൾ പറഞ്ഞ ജോലി കിട്ടിയെന്നാണ് നിങ്ങൾ പറയണത് കല്യാണം നടന്നു, വസ്തു വിറ്റു എന്നാണ് പറയണത്. പക്ഷേ വചനം അങ്ങനെയല്ല പറയണത്. വചനം നിങ്ങളെ കല്ലറയും തുറന്ന്, കടത്തിൻ്റെ കല്ലറയിൽ നിന്ന്, രോഗത്തിൻ്റെ കല്ലറയിൽ നിന്ന്, കല്യാണം ഒക്കാത്ത കല്ലറയിൽ നിന്ന്, പരീക്ഷ പരാജയത്തിൻ്റെ കല്ലറയിൽ നിന്ന്, എൻ്റെ ജനമേ ഞാൻ നിങ്ങളെ തുറന്നപ്പോഴേ എന്താ സംഭവിച്ചത്? ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പൻഡ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായെന്നാണ് പറയണത് വചനം. മനസ്സിലായില്ലേ? ഈ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന, ഇപ്പം തന്നെ ആ ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആരാണ് അവരുടെ പേരെന്നാ, അതായത് ആ പാമ്പ് കടിയേറി ചേച്ചിയില്ലേ, അതായത് ആൻസി സണ്ണിക്ക് എന്താ സംഭവിച്ചിരിക്കണത്? ആൻസി സണ്ണിക്ക് അവരെ എല്ലാവരും പേടിക്കുമ്പോഴും അവർക്ക് അവിടെ ഹൃദയത്തിന് ദൈവം പേടി കൊടുത്തില്ല, പൊതിഞ്ഞു കളഞ്ഞു. അല്ലേ? പേടിക്കേണ്ട ആളവരാണ്, കണ്ടു നിന്നവരാണ്. കേട്ടവരും പേടിക്കുമ്പോഴും അത് കൊണ്ടവർ പേടിക്കാൻ നിൽക്കുന്ന ഒരു സംഭവമാണത്. അപ്പം ഈ സംഭവത്തിൽ പരിശുദ്ധാത്മാവാണ് ഇവർക്ക് അഭിഷേകം കൊടുത്തിരിക്കുന്നത്. അതറിയണമെന്നുണ്ടെങ്കിൽ
നമ്മളെ എസെക്കിയേലിൻ്റെ 36:26 വായിച്ചാൽ മതി. എസെക്കിയേൽ 36:26 ശ്രുതികട ഹല്ലേലൂയ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഇതാ സംഭവം. എസെക്കിയേൽ 36:26 ആൻസിസന്നിയുടെ മരണത്തോട് മല്ലടിക്കുന്ന പേടിപ്പിക്കുന്ന ഹൃദയത്തിന് പകരം അവർക്ക് എന്താണ്? ഭയമില്ലാത്തൊരു ഹൃദയം കൊടുത്തിരിക്കുകയാണ്. എന്താ സംഭവം? ഒരു പുതിയ ഹൃദയം പറഞ്ഞേ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. അതായത് പുതിയ ഹൃദയം കൊടുക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കണത്? പുതിയ ചൈതന്യമാണ്, ആത്മാവിലാണ് കൊടുക്കുന്നത്. ആത്മാവിൽ പങ്കുകാരാകുകയാണ്. അപ്പം നിങ്ങൾക്ക് ഉടമ്പടി പ്രകാരം ഒരു അനുഭവം ഫിസിക്കൽ ഓർ സ്പിരിച്വൽ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സന്നിവേശം ഉണ്ടായെന്ന്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കാതെ ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കാതെ. അതായത് ഇംഗ്ലീഷ് ബൈബിളാണ് ഞാൻ പറയണത്. മലയാളത്തിൽ ചൈതന്യം എന്നൊക്കെ എഴുതി വെച്ചിരിക്കണത്. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കണത് എന്താണ്? ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്. എസെക്കിയേൽ 36:26 ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്. ഒരു പുതിയ ഹൃദയം നൽകും. ഐ വിൽ പുട്ട് എ ന്യൂ സ്പിരിറ്റ് വിത്തിൻ യു. ഞാൻ നിനക്ക് ആത്മാവിനെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ബ്ലെസ്സിങ്സ് ഉണ്ടായാലും അത് ദൈവം ഒരു ആത്മാവിനെ നമുക്ക് നൽകുന്നതാണ്, പരിശുദ്ധാത്മാവിനെ നൽകുന്നതാണ് ആ സംഭവം. അതായത് അത് ഏത് സമയത്ത് വേണമെങ്കിലും നൽകാം. ദൈവത്തിൻ്റെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ സങ്കീർത്തനത്തിൻ്റെ 92:18 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. 92:10 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. 92-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. അതായത് പുതിയ ചൈതന്യം, പുതിയ ആത്മാവ്, പുതിയ തൈലം എല്ലാം ഒരു മെറ്റഫോറിക്കലായിട്ട് ഒരു പ്രതീകങ്ങളാണ്. അതായത് എല്ലാം ഒന്ന് തന്നെയാണ്. അല്ല, ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ ഉത്തരവാദിത്വത്തിന് പറ്റുന്ന നമ്മൾ എടുക്കേണ്ട ഉത്തരവാദിത്വം പറ്റുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്യും. അതുകൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും എൻ്റെ സ്നേഹം പുതിയതാണെന്ന് പറയണില്ലേ? വിലാപങ്ങളുടെ പുസ്തകം, വിലാപങ്ങളെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിലാപം 3:23 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിലാപങ്ങൾ 3:23. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിൻ്റെ അകത്ത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം, എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത്, ഇഫ് യു ആർ കൺഫ്രണ്ടിങ് എ ന്യൂ അസൈൻമെൻറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം പുതിയൊരു അസൈൻമെൻറ്റാണിത്. ഇപ്പം നിങ്ങൾ കുരിശിൻ്റെ വഴിയിലൊക്കെ പറയും, ഒരു വേദന തീരുന്ന മുമ്പ് വേറെ ഒരു വേദന വന്നു കഴിഞ്ഞു ഇല്ലേ? ഞാൻ സാഹിത്യമല്ല പറയണത്. ഒരു പുതിയ ഇഷ്യൂ വന്നാൽ, ഇന്ന് പ്രഭാതത്തിൽ ഒരു പുതിയ ഇഷ്യൂ വന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ സ്നേഹം വരാൻ പോകുന്നു എന്നാണ് ദൈവത്തിൻ്റെ. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പുതിയൊരു പ്രശ്നം വന്നാൽ, ഒരു പുതിയ പ്രശ്നം വന്നാൽ പുതിയ പ്രസാദം വരാൻ പോകുന്നു. കാര്യം ഈ പ്രശ്നത്തിൽ നിന്നാണ് ദൈവം പ്രസാദം വരാൻ ഡെവലപ്പ് ചെയ്യണത്. ഒരു പുതിയ പ്രശ്നം വന്നാൽ ദൈവത്തില് നീ വിശ്വസിക്കണം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താലാണ് എൻ്റെ ദൈവം എന്നെ നയിക്കുന്നത്. അവിടുന്ന് പുതിയ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യുകയാണ്. അതായത് ഒരു പുതിയ പ്രശ്നം വന്നാൽ പുതിയ പ്രസരിപ്പും പുതിയ പ്രഭാതവും പുതിയ അതുപോലെ തന്നെ പുതിയ അഭിഷേകവും കിട്ടാൻ വേണ്ടി ദൈവം
ദൈവത്തിന്, അതായത് ആ വിഷയത്തിന് പറ്റിയ പരിശുദ്ധാത്മാവ്. ഓരോ വിഷയങ്ങൾക്കും ഓരോ തരം ആത്മാവാണ്. ഇപ്പം പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് എന്താ വേണ്ടത്? അവർക്കെന്താ വേണ്ടത്? അവർ സൗഖ്യപ്പെടുന്നവരെ ഭയപ്പെടരുത്, അല്ലേ? അതിനുവേണ്ടി അവർ നിർഭയത്വത്തിൻ്റെ, ധൈര്യത്തിൻ്റെ ആത്മാവാണ് കൊടുത്തിരിക്കുന്നത്, ധൈര്യത്തിൻ്റെ ആത്മാവ്. പക്ഷെ നാളെ നിനക്ക് ജപ്തിയാണെന്ന് വിചാരിച്ചോ, അപ്പോഴേ ജപ്തി വരുമ്പോൾ നിനക്കുണ്ടാകണ എന്താണ്? ധൈര്യമല്ല വേണ്ടത്, ആക്ഷേപമാണ് ആൾക്കാരുടെ നടയിൽ. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് മുദ്ര വെക്കണമെങ്കിൽ നമുക്ക് പേടിയല്ലല്ലോ ഉള്ളത്, നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ കൊച്ചായി പോകുമെന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ അതിൻ്റെ വികാരം വേറെയാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ അസൈൻമെൻറ്റിന് വ്യത്യസ്തമായ ആത്മാഭിഷേകമാണ്. ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. ആ സങ്കീർത്തനം 92:10. അതായത് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ഓരോ പുതിയ അഭിഷേകം നമുക്ക് നൽകണത്. അപ്പോൾ ഇതിന് അനന്തമായ സാധ്യതകളാണ്. അതായത് നമ്മളെ ദൈവം സമ്പൂർണ്ണമായി പരിശുദ്ധാത്മാവ് നിറക്കുന്നതിന് വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്നത് അനുഭവങ്ങൾ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഈ അനുഭവങ്ങളും ആത്മാഭിഷേകവും തമ്മിലാണ് കണക്റ്റഡ് ആകുന്നത്. ഒരു പുതിയ അനുഭവം ഉണ്ടായാൽ, അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം പുതിയൊരു ദൈവാനുഭവം ഉണ്ടാകാൻ പോകണമെന്നാണ്. പുതിയ അനുഭവം, നമുക്കൊരു നെഗറ്റീവായിട്ടൊരു അനുഭവം ഉണ്ടായി, നമുക്ക് എന്താ പറയുക, പോസിറ്റീവായിട്ട് നമുക്ക് വേറൊരു അനുഭവം ഉണ്ടാകാൻ പോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ. മനസ്സിലായില്ലേ? അതാണ് അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇത് നിങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയാൻ വേണ്ടിയാണ്, അല്ലെ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് നടപടി പുസ്തകത്തിൻ്റെ ഈ 17:30, 27 തൊട്ട് വായന. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.